Hey friends and viewers, and I'm in Sheffield now. ഇപ്പോൾ രാവിലെ 5:05 സമയമാണ്. And I'm on a trip. അപ്പോൾ ഞാൻ നോർത്തേൺ അയർലൻഡിലുള്ള ബെൽഫാസ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ UK ഇതുവരെ പോവാത്ത ഒരേ ഒരു കൺട്രിയേ ഉള്ളൂ, അത് നോർത്തേൺ അയർലൻഡാണ്. അപ്പോൾ ആ ട്രിപ്പാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഷെഫീൽഡിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്ക് ട്രെയിനിൽ പോയിട്ട് അവിടെ നിന്ന് ബെൽഫാസ്റ്റിലേക്ക് ഞാൻ ഫ്ലൈറ്റാണ്. അപ്പോൾ ആ ജേണിയാണ് ഇന്നത്തെ. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. ആസ് ഐ മെൻഷൻഡ്, ഷെഫീൽഡിൽ നിന്നും മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് ട്രെയിനാണ് ഞാൻ ചൂസ് ചെയ്തിരുന്നത്. ആൻഡ് നെവർ ട്രസ്റ്റ് ട്രെയിൻസ് ഫോർ യുവർ ട്രാവൽ ഇൻ UK ബിക്കോസ് ഇറ്റ് വാസ് ലേറ്റ്. ആൻഡ് ട്രെയിൻ ഇത്തിരി ലേറ്റായെങ്കിലും ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ എയർപോർട്ടിലെത്തി. ദെൻ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നോർത്തേൺ എയർലൈനിലേക്ക് ആയതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിൽ നിന്ന് നമ്മളൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, അതായത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പേ ഉള്ളൂ, വലിയ ചെക്കപ്പ് ഒന്നുമില്ല. ജസ്റ്റ് എൻ്റെ അടുത്ത് നമ്മുടെ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റയൻ എയറിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. തീരെ ബിസി അല്ലാത്തൊരു ഫ്ലൈറ്റാണ്, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നോക്കി എൻ്റെ സൈഡിൽ കാണാം, ഒറ്റ ആളില്ല, ആ ഒരു റോല് പോലും ഒറ്റൊരാളില്ല. ആൻഡ് വൈ ഐ ചൂസ്ഡ് ഫ്ലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ ബസ്സൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ 8 hours 9 hours ഒക്കെയാണ് കാണിക്കുന്നത്. 2 changes 3 changes ഒക്കെ വരുന്നുണ്ട്. ന്യൂ കാസിലിൽ ചേഞ്ച്, ഗ്ലാസ്ഗോയിൽ ചേഞ്ച്, പിന്നെ അവിടെ നിന്ന് ബെൽഫാസ്റ്റ്, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ഐ ചൂസ് ഫ്ലൈയിങ് ബിക്കോസ് ഇറ്റ് വാസ് ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ലെസ് എക്സ്പെൻസീവ്. എനിക്ക് അങ്ങോട്ടേക്കുള്ള ഫ്ലൈറ്റ് 14.99, ഇങ്ങോട്ടേക്കുള്ള 14.99. ഞാൻ സൈഡ് സീറ്റ് മീൻസ് വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് 7.5 pound എക്സ്ട്രാ, അങ്ങനെ 35 pound എനിക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടിയിട്ടുള്ള ട്രാവലിനുള്ള ഫ്ലൈറ്റ് കിട്ടി. ബട്ട് വൺ സൈഡ് ട്രാവലിനുള്ള ബസ് തന്നെ 43 pound സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്, ചീപ്പസ്റ്റ് വൺ ഇൻ നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് നാഷണൽ എക്സ്പ്രസ് മാത്രമാണ് അവൈലബിൾ ആയിരുന്നുള്ളൂ. സോ ദാറ്റ്സ് വൈ ഐ ചൂസ്ഡ് ഫ്ലൈയിങ് ടുഡേ. ആക്ച്വലി ബെൽഫാസ്റ്റ് എയർപോർട്ട് ഇസ് വെരി ക്വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എയർപോർട്ട്. എൻ്റെ അവിടെ നിന്ന് ട്രാൻസ്ലിങ്കിൻ്റെ ബസ് പിടിച്ചിട്ട് വേണം സിറ്റിയിലേക്ക് എത്താൻ. സിറ്റിയിലെത്തിയിട്ട് വേണം എൻ്റെ ട്രാവലിംഗ് പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. സോ അപ്പോൾ എൻ്റെ ബെൽഫാസ്റ്റ് ട്രിപ്പ് വാസ് ലൈക്ക് ജസ്റ്റ് 2 days. 2 days ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റിയിലെത്തി. അവിടെ നിന്ന് നേരെ എൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിരുന്ന ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ടു ബി ഫ്രാങ്ക്. നോട്ട് ഗുഡ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ബെൽഫാസ്റ്റ് ഡേ 1 ഏറെക്കുറെ തീരാറായി. ഞാൻ എൻ്റെ അക്കോമഡേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെൽഫാസ്റ്റിൽ നിന്ന് അധികം ദൂരമില്ല, 1 mile ദൂരമുള്ളൂ. അക്കോമഡേഷൻ റോയൽ ഹോസ്പിറ്റൽ പറഞ്ഞ സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. റൂമിലെത്താം, കിടക്കുക. നാളെ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് കാണാൻ പോകണം. മെയിൻ അട്രാക്ഷനാണ് ബെൽഫാസ്റ്റിലെ. നേരത്തെ എണീറ്റ് പോകണം. ജസ്റ്റ് 1 day സ്റ്റേ ഉള്ളൂ ഇവിടെ. അങ്ങനെ Booking.com ബുക്ക് ചെയ്ത റൂമിൽ കയറിയിട്ടുണ്ട്. ഇതാണ് കേക്ക് കിട്ടി പൊതിച്ചിട്ടുണ്ട്. ജസ്റ്റ് വീടൊന്ന് കാണാം. വീടെങ്ങനെ എങ്ങനെ കാണിച്ചു തരാമല്ലോ. ഹസ്തല വിസ്ത. അല്ല, ഒരു കുളി പാസ്സാക്കാനുണ്ട്. പുറത്തൊക്കെ പോയിരിക്കാം, പക്ഷെ സമയമില്ല, അതാണ് വിഷയം. ഈ വീട്ടിൽ 2 റൂമാണുള്ളത്.
മറ്റേ റൂമിൽ ആളുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തൊക്കെയുണ്ട്, ആരുടെ എന്തോ കുളിക്കാൻ വന്നിട്ട് ബാക്കി നോക്കാം. This is my room number 2. ഡോർ ക്ലോസ് ചെയ്തേക്കാം. കൊള്ളാല്ലേ? ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. താഴെ നിന്ന് പോയിരിക്കണം കുളി കഴിഞ്ഞിട്ട്. നോക്കാം. ബെഡ് അടിപൊളി കേട്ടോ. ബെൽഫാസ്റ്റിലെ ഡേ 2 ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ കാണുന്ന ഗ്ലൈഡർ ബസ്സസിലാണ്. അപ്പോൾ ബെൽഫാസ്റ്റിൽ മാത്രം ഞാൻ കണ്ട ഒരു വെറൈറ്റി ടൈപ്പ് ബസ്സസാണ് ഇത്, ഗ്ലൈഡർ. ആൻഡ് ഇവിടെ സിറ്റി ട്രാവലിനൊക്കെ ഗ്ലൈഡേഴ്സാണ്. ഗ്ലൈഡർ 1, ഗ്ലൈഡർ 2 അങ്ങനത്തെ ബസ്സസാണ്. എൻ്റെ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് കാണാനാണ്. അതിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. ടൈറ്റാനിക് ബെൽഫാസ്റ്റ് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. കൊള്ളാം. അത്ര എന്താ പറയുക, ChatGPT ഗൂഗിളിൻ്റെ അടുത്തൊക്കെ ബെൽഫാസ്റ്റിൽ എന്താ ചെയ്യാന്നുള്ളത് booking.com വരെ ടോപ്പിൽ വന്നതാണ് ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഗെയിം ഓഫ് ത്രോൺസ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതിനേക്കാളും. ഞാനത് ഗെയിം ഓഫ് ത്രോൺസ് കുറച്ചും കൂടി ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം. കാരണം ഇവിടെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നത്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പ്രായമായിട്ടുള്ള ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട്, പിള്ളേരും വരുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ടൈറ്റാനിക്കിൻ്റെ. അപ്പോൾ കൊള്ളാം. ബെൽഫാസ്റ്റ് വരുന്നവരെന്തായാലും മിസ്സാക്കരുത് എന്നാണ് എല്ലാത്തിലും പറയുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ മിസ്സാക്കിയില്ല, നിങ്ങൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മിസ്സാക്കരുത്. ഫുള്ളായിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജും ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.